വീണ്ടും മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. റാപ്പർ വേടനിൽ നിന്ന് പുലിപ്പല്ല് കണ്ടെത്തിയതിൽ കേസെടുത്തതിൽ തെറ്റില്ലെന്ന് വനം മേധാവിയുടെ റിപ്പോർട്ട്. കേസെടുത്തത് എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചെന്ന വനം മേധാവി. വേടനെതിരെ വനം വകുപ്പ് ശ്രീലങ്കൻ ബന്ധം ആരോപിച്ചത് ശരിയായില്ല. അന്വേഷണത്തിന് മുൻപ് മാധ്യമങ്ങളോട് വിശദാംശങ്ങൾ പറഞ്ഞതും തെറ്റാണെന്ന് വനം വകുപ്പ് മേധാവി വ്യക്തമാക്കി. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്? അതിര പുലിപ്പല്ല് കേസിൽ റാപ്പർ വേടനെതിരെ കേസെടുത്തതിൽ തെറ്റില്ല എന്നുള്ള റിപ്പോർട്ടാണ് വനം മേധാവി തയ്യാറാക്കിയിരിക്കുന്നത്. വനം മേധാവി തയ്യാറാക്കിയ റിപ്പോർട്ട് വനം വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കൈമാറി കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. അതിൽ വനം മന്ത്രി തന്നെ ഒരു വിശദീകരണം നടത്തുകയും ഈ എടുത്ത കേസിൽ ചില സംശയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന്റെ കൂടി നിർദ്ദേശങ്ങൾ പരിഗണിച്ചാണ് വനം വകുപ്പ് ഇത്തരത്തിലൊരു നിർണായകമായിട്ടുള്ള റിപ്പോർട്ട് ഉടനടി തന്നെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. ആ റിപ്പോർട്ടിലാണ് ഇപ്പോൾ പുലിപ്പല്ലിൽ കേസെടുത്തതിൽ തെറ്റില്ല എന്നുള്ളത് വനം മേധാവി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. എല്ലാവിധ കാര്യങ്ങളും പരിശോധിച്ചതിന് ശേഷം നിയമക്രമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കി ഈ കേസ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടിൽ വനം മേധാവി കാണിച്ചിട്ടുള്ളത്. വനം വന്യജീവി നിയമപ്രകാരമാണ് ഇത്തരത്തിലൊരു പരാതി ലഭിക്കുകയാണെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്, അതിന്റെ വസ്തുതകൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് കേസെടുത്തത് എന്നുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ മറ്റു ചില കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥർക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതും ഈ വനം മേധാവിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പുലിപ്പല്ലിൽ കേസെടുത്തത് തെറ്റില്ല എങ്കിൽ കൂടിയും മറ്റ് ഈ ശ്രീലങ്കൻ പരാമർശം ഉദ്യോഗസ്ഥർ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് തെളിവുകളോ അല്ലെങ്കിൽ അത് തെളിയിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പ്രാഥമിക അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ ശ്രീലങ്കൻ പരാമർശം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായത് അത് ഒട്ടും ശരിയായില്ല എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ കൃത്യമായിട്ട് അതിന് തെളിവുകൾ വേണം, അത് അന്വേഷിച്ച് കണ്ടെത്തിയതിന് ശേഷം പറയേണ്ടതായിരുന്നു. അത്തരം ചില വാക്കുകൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളത് പറയുന്നു. അത് തെറ്റാണ് എന്നുള്ളതും റിപ്പോർട്ടിൽ വനമേധാവി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ മാധ്യമങ്ങളോട് കൃത്യമായിട്ടുള്ള തെളിവുകൾ വിവരങ്ങളോ ലഭിക്കുന്നതിന് മുൻപ് തന്നെ മാധ്യമങ്ങളോട് പ്രതികരണം നടത്തി എന്നുള്ള ചില വിമർശനങ്ങൾ കൂടി ഉന്നയിക്കുന്നുണ്ട്. അത് ഈ ന്യായീകരിച്ചും ഈ ഉദ്യോഗസ്ഥരുടെ നിലപാട് ന്യായീകരിച്ചും അതിൽ തെറ്റുണ്ടെന്നും പറയുന്നുണ്ട്. അതിൽ പുലിപ്പല്ല് ഉൾപ്പെടെയുള്ള കേസെടുത്തത് അത് തെറ്റില്ല എന്ന് പറയുന്നു. പക്ഷേ മറ്റ് ഈ അന്വേഷണത്തിന് മുൻപ് മാധ്യമങ്ങളോട് വിശദീകരണം നൽകിയതും ഉദ്യോഗസ്ഥർ ഈ ശ്രീലങ്കൻ ബന്ധം ആരോപിച്ചതും തെറ്റുണ്ട്, അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പോൾ വനം മേധാവി റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ DFO ഉൾപ്പെടെയുള്ളവരാണ് കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ DFO അടക്കം സ്വീകരിച്ച നടപടികളിൽ തെറ്റില്ല എന്നുള്ളതാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം തന്നെ റേഞ്ച് ഉദ്യോഗസ്ഥരാണ് ശ്രീലങ്കൻ ആരോപണം ഉൾപ്പെടെയുള്ളവ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിന് മുൻപ് തന്നെ ഈ വിവരങ്ങൾ മാധ്യമങ്ങളോട് പ്രതികരിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു പക്ഷേ മറ്റ് നടപടികളിലേക്ക് കടക്കുമോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ അറിയേണ്ടതായിട്ടുള്ളത്. എന്തായാലും റിപ്പോർട്ട് അത് വനംവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് വനം മേധാവി സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അഡീഷണൽ ചീഫ് സെക്രട്ടറി കൂടി തന്റെ നിർദ്ദേശങ്ങൾ ശുപാർശകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും ഈ റിപ്പോർട്ട് വനം മന്ത്രിക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും സമർപ്പിക്കുക. അതിനുശേഷമായിരിക്കും ഈ ഒരു വിഷയത്തിൽ സർക്കാർ എന്ത് തീരുമാനം എടുക്കുന്നു എന്നുള്ളത് പുറത്തു വരിക. എന്തായാലും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ വനം മേധാവി തയ്യാറാക്കിയിരിക്കുന്നത്. അത് ഉടൻ തന്നെ സർക്കാരിന്റെ പക്കലെത്തും, വനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും പക്കലെത്തുമെന്നുള്ളതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉയർന്നതിന് പിന്നാലെ വനമന്ത്രി തന്നെ സംശയങ്ങൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരികയായിരുന്നു. അതിന്റെ സത്യാവസ്ഥകൾ എന്താണ് എന്ന് പരിശോധിക്കണം, അതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കണമെന്ന് സർക്കാർ തന്നെ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് വനം മേധാവി ഇത്തരത്തിലൊരു റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. എന്തായാലും ആ റിപ്പോർട്ടിൽ വനം ഈ ഉദ്യോഗസ്ഥരെ വിമർശിക്കുകയും അതുപോലെ തന്നെ ന്യായീകരിക്കുകയും ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ് അതിപ്പോൾ സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നത്. ശരി സൂര്യഗായത്രി, റാപ്പർ വേടനിൽ നിന്ന് പുലിപ്പല്ല് കണ്ടെത്തിയതിൽ കേസെടുത്തതിൽ തെറ്റില്ലെന്ന വനം മേധാവിയുടെ റിപ്പോർട്ട്. കേസെടുത്തത് എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചെന്ന് വനം മേധാവി. വേടനെതിരെ വനംവകുപ്പ് ശ്രീലങ്കൻ ബന്ധം ആരോപിച്ചത് ശരിയായില്ല. അന്വേഷണത്തിന് മുൻപ് മാധ്യമങ്ങളോട് വിശദാംശങ്ങൾ പറഞ്ഞതും തെറ്റാണെന്നും വനംവകുപ്പ് മേധാവി വ്യക്തമാക്കി.